മക്കത്തൂദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب وللشراح والقراء وجميع المصنفين الصالحين. اللهم انفعنا بهم وبعلومهم وأسرارهم في الدارين. رب يسر ولا تعسر، رب تمم بالخير. بسم الله الرحمن الرحيم. بل من الآداب ألا يكثر النوم بالنهار حتى يحس بالجوع والعطش ويستشعر ضعف القوى فيصفو عند ذلك قلبه. കണ്ണും കാതും അതേപോലെ നാവും മറ്റ് അവയവങ്ങളും കൃത്യമായി അതിന് ലോക്കിടണം എന്ന് നമ്മൾ പറഞ്ഞു. സ്വാലിഹീങ്ങളുടെ നോമ്പ് ആകാൻ ഇത്തരം മര്യാദകൾ പാലിക്കണം. അതോടൊപ്പം തന്നെ വയറിന് കൃത്യമായിട്ടും ലോക്കിടണം. പകൽ സമയത്ത് കഴിക്കാതെ മാറ്റിവെച്ച ഭക്ഷണങ്ങൾ രാത്രിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നിച്ച് കഴിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും നോമ്പിന്റെ അന്തസ്സത്തെ തകർക്കും എന്നതാണ്. അതായത് 24 മണിക്കൂറിന്റെ ഉള്ളിലായി കഴിച്ചു തീർത്തിരുന്ന ഭക്ഷണങ്ങളെ 10-11 മണിക്കൂറിന്റെ ഉള്ളിലായിട്ട് കഴിച്ചു തീർക്കുന്നു എന്നർത്ഥം. അത് കൂടുതൽ അപകടം ചെയ്യുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ പകൽ സമയത്ത് നോർമൽ ദിവസങ്ങളിൽ ഒരാൾ രാത്രി കഴിക്കുന്ന ആഹാരത്തിന്റെ ഖദർ അതിന്റെ അളവനുസരിച്ച് ആയിരിക്കണം നോമ്പിലും കഴിക്കേണ്ടത്. അതിനേക്കാൾ അധികമാകുന്നത് കസ്റത്തു ത്വആം, ഭക്ഷണം അധികമാകുന്നത് അത് വലിയ അപകടം വരുത്തും. അത് നോമ്പിന്റെ അന്തസ്സത്തെ തകർക്കും എന്നാണ്. അത് പറഞ്ഞിട്ട് പിന്നെ അടുത്ത മര്യാദകൾ പറയാണ്. ബൽ മിനൽ ആദാബി, പാലിക്കപ്പെടേണ്ട മര്യാദകളിൽ പെട്ടതാണ് അല്ലാ യുക്സിറൻ നൗമ ബിന്നഹാരി, പകൽ സമയത്ത് കൂടുതലായിട്ട് ഉറങ്ങാതിരിക്കുക എന്നത്. പകൽ സമയത്ത് കൂടുതലായിട്ട് ഉറങ്ങിയിട്ട് ഹത്താ യുഹിസ്സ ബിൽ ജൂഇ വൽ അത്ഷി, ശരിക്കും ശരീരത്തിനെ പാകപ്പെടുത്തലാണ്. കാരണം പകൽ സമയത്ത് ആഹാരവും പാനീയങ്ങളും ഏതായാലും പറ്റൂലല്ലോ, ഭക്ഷണവും വെള്ളമൊന്നും പറ്റൂല. അപ്പൊ ഭക്ഷണവും വെള്ളവും പറ്റില്ല എന്ന് പറയുമ്പോൾ വിശപ്പും ദാഹവും ശരിക്ക് ശരീരം ഇങ്ങനെ അനുഭവിച്ചറിയണം എന്നാണ്. അനുഭവിച്ചറിയാൻ ഒരാൾ ഉണർന്നിരിക്കണം. അപ്പൊ നേരം വെളുത്ത് സുബഹി നിസ്കരിച്ചിട്ടാണ് കിടന്നത്, ളുഹ്ർ വരെ ഉറങ്ങി, പിന്നെ ളുഹ്ർ നിസ്കരിച്ച് അസ്ർ വരെ ഉറങ്ങി. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോയി തട്ടിമുട്ടി അങ്ങനെ മഗ്‌രിബ് വരെ കൊണ്ടുപോയിട്ട് മഗ്‌രിബിന് പിന്നെ ഒരു വലിയ പാത്രത്തിൽ വെള്ളവും ഭക്ഷണവും കൂടി കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചാല് പിന്നെ നോമ്പിന്റെ യാതൊരു തരത്തിലുള്ള മുജാഹദയും നോമ്പിന്റെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും അവൻ അറിയാതിരിക്കും. ആ നോമ്പിന് ഒരു കാര്യമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് വിശപ്പും ദാഹവും അനുഭവിച്ചറിയണം എന്നാണ് ശരിക്ക്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ വല്ലാതെ ഒരു എതിർപ്പ് എന്ന് തോന്നണ്ട. കാരണം ശരീരത്തിനെ പാകപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ്. അതാണ് ശരിക്ക് സിർറു സൗമ്, നോമ്പിന്റെ സിർറ് എന്ന് പറഞ്ഞാൽ അതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസ്റാറു സൗമാണ് നമ്മുടെ ചർച്ച തന്നെ. അപ്പൊ ശരിക്ക് ശരീരത്തിനെ പാകപ്പെടുത്തുകയാണ്. ശരീരത്തിന് വിശപ്പ് അറിയണം, ദാഹം അറിയണം. അറിഞ്ഞിട്ട് കയ്യില് ഭക്ഷണവും വെള്ളവും ഉണ്ടായിട്ടും അത് അങ്ങേറ്റത്തെ ആവശ്യം ഉണ്ടായതിനു ശേഷവും അത് കുടിക്കാതെ കഴിക്കാതെ ശരീരത്തിനെ പാകപ്പെടുത്തിയിട്ട് പിശാചിനെ തോൽപ്പിക്കുക, അല്ലാഹുവിന്റെ അദബിനെ ഒതുക്കുക, ശത്രുവിനെ ഒതുക്കുക, അവന് കൂട്ടിടുക, അവൻ ദേഹേച്ഛകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെയും
ശഹ്വത്തുകളെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയതയും നമ്മുടെ തത്വയും നഷ്ടപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിശാചിനെ തടയിടുന്നതിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങള് അവൻ കൃത്യമായിട്ട് ചെയ്യണം. അതുകൊണ്ട് ഉറക്കം കുറക്കണം. പകൽ സമയത്ത് ഉറക്കം അധികമാകാൻ പാടില്ല എന്നാണ്. അപ്പൊ സാധാരണ രീതിയിൽ നമുക്കൊക്കെ അറിയുന്നൊരു സംഭവമുണ്ട്, നൗമുസ്വായിം ഇബാദത്തുൻ, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ് എന്നൊരു സംഗതി നമ്മൾ സാധാരണ ഇങ്ങനെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. കാരണം അത് നമ്മുടെ സൗകര്യത്തിലുള്ളതൊക്കെ നമ്മൾ വേഗം പഠിച്ചു വെക്കുമല്ലോ. നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്, അതുകൊണ്ട് ഉറങ്ങുക, അത് ഉറങ്ങിയാലും കൂലി കിട്ടുമല്ലോ പറഞ്ഞു. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ഉറങ്ങേണ്ടതായ ലറൂരിയായ അനിവാര്യതകൾ ഉണ്ടായാൽ ഉറങ്ങുക എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് രാത്രി പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഉറങ്ങാതെ അതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അനിവാര്യത എന്ന് പറഞ്ഞാൽ അതുകൂടി ഒരു അനിവാര്യതയാണ്. രാത്രി സമയത്ത് സാധാരണ രീതിയിൽ നമ്മൾ ഉറങ്ങുന്ന അത്ര ഉറങ്ങൂല, രാത്രി ഉറങ്ങൂല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും തറാവീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം, അതേപോലെ ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, ഖിയാമു റമദാന്, ഈ നിസ്കാരങ്ങളൊക്കെ, ഖിയാമു റമദാൻ എന്ന് പറഞ്ഞാൽ തറാവീഹ്. ഏതായാലും സാധാരണ രീതിയിൽ നിസ്കരിക്കാത്ത നിസ്കാരങ്ങളെ രാത്രി സമയത്ത് പിന്നെ റമദാനിൽ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പകൽ സമയത്ത് ഉറങ്ങാന്നാണ്. അത് നമ്മൾ സാധാരണ ചെയ്യാം. കാരണം രാത്രി നമുക്ക് ഉറക്കൊഴിക്കേണ്ടി വരും. മാത്രമല്ല ഉറക്കൊഴിച്ച് നമ്മൾ ഇബാദത്ത് ചെയ്യണം, തഹജ്ജുദ് നിസ്കരിക്കണം. സാധാരണ 2 റക്അത്ത് നിസ്കരിക്കുന്ന ആള് 4, 6, 8 ഒക്കെ നിസ്കരിക്കുന്നു. അതേപോലെ പിന്നെ സുന്നത്തുകൾ അധികം നിസ്കരിക്കുന്നു. അപ്പൊ രാത്രി ഇബാദത്ത് ചെയ്യാനുള്ള ശക്തി കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതാണ്. അങ്ങനെ വേണം. അതല്ലാതെ പിന്നെ സമയം കഴിഞ്ഞ് കിട്ടുക എന്നാണ്, ശ്രദ്ധിക്കണം. സമയം കഴിഞ്ഞ് കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഉറങ്ങിയാൽ ആ ഉറക്കം ഇബാദത്താവില്ല. അപ്പൊ നൗമുസ്വായിം ഇബാദത്തുൻ എന്ന് പറഞ്ഞാല് നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണെന്ന് പറഞ്ഞാല് സമയം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അലസമായ ഉറക്കം ഇബാദത്തായി മാറൂല. മറിച്ച് ആ ഇബാദത്ത് കൊണ്ട് രാത്രി നിസ്കാരത്തിന് ശരീരത്തിന് കുറെ കൂടി ഉന്മേഷം കിട്ടുക, അപ്പോൾ ഉറങ്ങി തൂങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക എന്ന ഉദ്ദേശം ഉണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും പ്രത്യേകമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണം. എന്ന് പറഞ്ഞാല് വെറുതെ ഇരുന്നാൽ ആളുകളൊക്കെ ഇങ്ങനെ അടുത്ത് കൂടിയിട്ടും ഒക്കെ ആയിട്ട്, കൂട്ടം കൂടിയിട്ടുമായിട്ട് പിന്നെ ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരങ്ങളും വിഷയങ്ങളൊക്കെ ആകും. അപ്പൊ പിന്നെ ഉറങ്ങിയാല് ഈ ജനങ്ങളുടേതായ അത്തരം സംഗതികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹൈറ് പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കണം. അല്ലാതെ സമയം, അതായത് വിശപ്പും ദാഹവും സഹിക്കാതെ അതറിയാതെ അങ്ങനെ സമയം നീങ്ങി കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടെ ഉറങ്ങിയാൽ, ഒരാൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാൽ കുഴപ്പമുണ്ട് എന്നല്ല പറഞ്ഞത്. മറിച്ച് അലസമായ ഉറക്കത്തെ കുറിച്ച് നമുക്ക് ഇബാദത്താണെന്ന് പറയാൻ പറ്റില്ല. സാധാരണ രീതിയിൽ വിശപ്പും ദാഹവും ഒക്കെ പൂർണ്ണമായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ശരീരത്തിന്റെ ക്ഷീണം കൂടും. അപ്പൊ നോമ്പ് സമയത്ത് ശരീരത്തിന്റെ ക്ഷീണം കൂടുമ്പോൾ സാധാരണ രീതിയിൽ ക്ഷീണിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകും. ആ ഉറക്കത്തിന് തടസ്സമുണ്ട് എന്നല്ല, അതൊരു നോമ്പുകാരന്റെ ക്ഷീണത്തിലുള്ള ഉറക്കായാൽ അതൊരു നല്ല കാര്യം തന്നെ, അതിന് സംശയമൊന്നുമില്ല. കാരണം ആ ക്ഷീണം മാറ്റുമ്പോഴാണ് രാത്രിയിൽ അവർ കുറച്ചുകൂടി ഉന്മേഷം കിട്ടും. അപ്പൊ ഇതൊന്നും അല്ലാതെ വിശപ്പും താവും അറിയാതെ കണ്ട് സമയം പോയി കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടെയുള്ള ഉറക്കം, പകൽ ഉറക്കം, അത് എന്ന് പ്രത്യേകം മര്യാദയിൽപ്പെട്ടതാണ്. അതാ കുവ്വത്തുകൾ, തന്റെ ശരീരത്തിന്റെ ശക്തികളും ബലങ്ങളും ഒക്കെ ഇങ്ങോട്ട് കുറയുന്നത് ശരിക്കും അവിടെ അനുഭവിക്കണം. ആരടാന്ന് ചോദിച്ചാല് എടുത്തു ചാടാനും അതേപോലെ തരത്തിലുള്ള ആവശ്യമില്ലാത്തതിലേക്ക് എടുത്തു പോകാനും ചാടാനും ഒക്കെ ഉള്ള തരത്തിലുള്ള ശഹവാത്തുകൾ, ദേഹേച്ഛകൾ. ഈ ദേഹേച്ഛകൾ ഉണ്ടാകുന്നത് ശരീരത്തിന് കുവ്വത്തുകൾ കൂടുന്ന സമയത്താണ്. അപ്പൊ ആ കുവ്വത്തുകൾ ബലഹീനമാകുന്നു, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ശരിക്ക് നമ്മുടെ ശരീരം ബോധ്യപ്പെടണം. ശരീരം ശരിക്കത് അപ്പോഴാണ് ഹൃദയം ഉണരുള്ളൂ എന്നാണ്. അപ്പോഴാണ് ശരിക്കും ഹൃദയം സ്ഫുടമാകുക. ഹൃദയം അപ്പോഴാണ് പ്രകാശിക്കുക. ഹൃദയം പ്രകാശിക്കുന്ന സമയത്ത്
ഫയൻദുറ ഇലാ മലകൂത്തിസ് സമാ വലൈലത്തുൽ ഖദ്രി ഇബാറത്തുൻ അനിൽ ലൈലത്തില്ലത്തി യൻകശിഫു ബിഹാ ശൈഉൻ മിനൽ മലകൂതി വഹുവൽ മുറാദു ബിഖൗലിഹി തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അവ ശരിക്കും നമ്മുടെ ശരീരം ക്ഷീണിച്ചു, അതേപോലെ രാത്രിയിൽ അതിനാവശ്യമായ തരത്തിലുള്ള സമയം രാത്രിയിലും അവൻ ശരിക്ക് തയ്യാറായിട്ട് രാത്രിയിൽ അവന്റെ തഹജ്ജുദും അവന്റെ വിറുദുകളും ഒക്കെ അതൊക്കെ ശരിക്കും ഉണർവോടുകൂടെ നിർവഹിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഉള്ള ഒരു സംഗതിയായിട്ട് അവൻ കൊണ്ടുപോകണം. അങ്ങനെ വരുമ്പോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, പിശാജ് മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാജ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ശരിക്ക് ഹൃദയം വിഹരിച്ച് ഹൃദയം അത് ശരിക്ക് സ്വൈരവിഹാരം നടക്കും. സ്വൈരവിഹാരം എന്ന് പറഞ്ഞാൽ ശരിക്കത് പറന്ന് നടക്കും. ഹൃദയം എന്ന് പറയുന്നത് അതിന് ഇപ്പൊ ഈ പറഞ്ഞ ശരീരത്തിന്റെ ഭാരങ്ങളോ ശരീരത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ശരിക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എവിടേക്കും എത്തുന്നതാണ്. ലൗമായ അഹമുഷേത്വാനും അലാ ഖൽബി ബിനി ആദം ലനദറ ഇലാ മലകൂതിസ് സമാഇ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് കുത്തിയിരുന്നൊക്കെയാണ്, പിശാച് കൂട്ടിയിരുന്നൊക്കെയാണ്. പിശാച് കൂട്ടിയിരുന്നത് കാരണമായിട്ട് ആ ഹൃദയം ശരിക്ക് വളരെ തെളിഞ്ഞുകൊണ്ട് അത് നേടിയെടുക്കേണ്ട പല നേട്ടങ്ങളും ഹൃദയങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആത്മീയമായ മേഖലയിലുള്ള ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയും. അപ്പൊ പിശാച് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത്. ലൈലത്തുൽ ഖദ്രി ഇബാറത്തുൻ അതാ ഫയൻദുറ ഇലാ മലകൂതിസ് സമാ. പിന്നെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്ക് ലൈലത്തുൻ ഇബാറത്തുൻ അനിൽ ലൈലത്തില്ലത്തി യൻകശിഫു ബിഹാ ശൈഉൻ മിനൽ മലകൂതി. അല്ലാഹുവിന്റെ അദൃശ്യമായ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായിട്ടുള്ള സാധാരണ സൃഷ്ടികളുടെ ദൃഷ്ടിക്ക് അപ്പുറത്തുള്ള പ്രത്യേകമായ അനുഗ്രഹങ്ങളും പ്രത്യേകമായ വെളിച്ചവും പ്രത്യേകമായ നൂറും റഹ്മത്തും അന്നത്തെ രാത്രി പ്രത്യേകമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത എന്ന് പറയും. അപ്പൊ അതൊക്കെ ശരിക്ക് അവന്റെ കൽബ് അനുഭവിക്കാൻ പറ്റാവുന്ന തരത്തിൽ ആയിരിക്കണം അവൻ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. വമൻ ജഅല ബൈന ഖൽബിഹി വബൈന സ്വദരിഹി മിഖ്ലാത്തൻ മിന ത്വആമി ഫഹുവ അൻഹു മഹ്ജൂബുൻ വമൻ അഖലാ മിഅദതഹു ഫലാ യക്ഫീഹി ദാലിക ലിറഫ്ഇൽ ഹിജാബി മാലം യഖ്ലു ഹിമ്മത്തുഹു അൻ ഗൈരില്ലാഹി മാലം യുഖിൽ ഹിമ്മത്തുഹു അൻ ഗൈരില്ലാഹി അസ്സ വജൽ വദാലിക ഹുവൽ അംറു കുല്ലുഹു വമബ്ദഉ ജമീഇ ദാലിക തഖലീലു ത്വആമി. അതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് പിന്നെ ഭക്ഷണം തൽക്കാലം അവൻ ഭക്ഷണം ശരീരത്തിലെ ആ ആഗ്രഹത്തിനനുസരിച്ച് ഭക്ഷണം തൽക്കാലം ഇങ്ങനെ തടഞ്ഞു വെച്ചു എന്നതുകൊണ്ട് മാത്രമാവില്ല. മറിച്ച് അവന്റെ കൽബിൽ തന്നെ ആ ചിന്ത വരാത്ത വിധം അവൻ അകപ്പെടുത്തി വെക്കണം. അപ്പോഴേ ശരിക്ക് മറ അവനെ തൊട്ട് നീങ്ങുള്ളൂ. കാരണം ഈ ദേഹേച്ഛകള് അവനെ ശരിക്ക് കടന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ദേഹേച്ഛകൾ അവനെ ശരിക്ക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അവന് അള്ളാഹുവിന്റെ നൂറ് എത്തിക്കാൻ, അള്ളാഹു അവന്റെ കൽബിലേക്ക് വരുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം പ്രകാശിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ്, അതായത് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. അപ്പൊ അത് പ്രകാശിക്കാൻ പറ്റാവുന്ന തരത്തിൽ അവന്റെ കൽബിനെ പാകപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മറ ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഫലാ യക്ഫീഹി ദാലിക ലിറഫ്ഇൽ ഹിജാബി മാലം യുഖിൽ ഹിമ്മത്തഹു അൻ ഗൈരില്ലാഹി അസ്സ വജല്ല. അല്ലാഹു അല്ലാത്തതിനെ തൊട്ട് അവന്റെ മനസ്സിന്റെ ആ ഒരു പ്രത്യേകമായ ഹിമ്മത്ത്, മനസ്സിന്റെ അവന്റെ ആ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ മനസ്സിന്റെ ആ പ്രത്യേകമായ ഊന്നലുണ്ടല്ലോ, അത് ആ മനസ്സ് ഊന്നുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത അവന്റെ മനസ്സിന്റെ ഊന്നൽ ഒഴിവായി കിട്ടുന്നത് യഥാർത്ഥത്തിൽ അവൻ ആവശ്യമുള്ള സംഗതിയാണ്. അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഉറക്കമായാലും ഭക്ഷണമായാലും അതിന്റെ കാര്യത്തിലൊക്കെ നോമ്പുകാരൻ പ്രത്യേകിച്ചും
വിശദ ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് രാത്രി ഇബാദത്ത് ചെയ്യാനും രാത്രി ഉണർന്നിരിക്കാനും തഹജ്ജുദിനും ഔറാദിനൊക്കെ പ്രത്യേകിച്ച് അവന് ഉന്മേഷം കിട്ടാനും അതേപോലെ അതേപോലെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് മറ്റ് അവയവങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഭക്ഷണം കുറക്കുക. ഈ 5 മര്യാദകൾ പറഞ്ഞിട്ട് ഇനി 6ാമത്തെ മര്യാദകൾ കൂടി പറയാണ്. ഈ 6 മര്യാദകൾ പാലിക്കുന്ന സമയത്ത് അവന്റെ നോമ്പിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ ഫഹുവമിനൽ മംകൂത്തീൻ, അപ്പൊ പിന്നെ അവൻ മംകൂത്താണ്, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായവരുടെ കൂട്ടത്തിലാണ് പെട്ടുപോകുക. അപ്പൊ അവന്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ അതോ തള്ളപ്പെട്ടിട്ടുണ്ടോ എന്നത് അവൻ അറിയില്ല. സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ ഉണ്ടാകേണ്ട, ഉറപ്പായാൽ ഉണ്ടാകേണ്ട ഒരു ഉല്ലാസവും ഒരു ഉന്മാദവും ഒരു സമാധാനവും യഥാർത്ഥത്തിൽ നോമ്പ് തുറന്നതിന് ശേഷം ഉണ്ടാകാൻ അവന് പറ്റൂല. കാരണം അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. വൽയകുൻ കദാലിക ഫീ ആഖിരി കുല്ലി ഇബാദത്തിൻ യഫറഹു മിൻഹ, നോമ്പ് മാത്രമല്ല ഏതൊരു ഇബാദത്തിന്റെയും ഒരു ഖത്ം ഓതി, ഞാൻ 4 ഖത്ം ഓതി, 5 ഖത്ം ഓതി, 3 ഖത്ം ഓതി എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഇത്ര സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ ഇത്ര സ്വതക്ക ചെയ്തു, ഇത്ര സക്കാത്ത് കൊടുത്തു, ഇത്ര തറാവീഹ് നിസ്കരിച്ചു, തസ്ബീഹ് നിസ്കരിച്ചു, ഇത്തികാഫിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള ഇബാദത്തുകൾ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇത്ര ചെയ്തല്ലോ എന്ന് പൂർണ്ണമായും സമാധാനിക്കാൻ വരട്ടെ. തീരെ സമാധാനിക്കേണ്ടതല്ല, പൂർണ്ണമായും സമാധാനിച്ച് ഉറപ്പിക്കാൻ നമുക്ക് വഴിയില്ല. കാരണം അത് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പ് വേണം. അത് അവല്യകുൻ കദാലിക ഫീ ആഖിരി കുല്ലി ഇബാദത്തിൻ യഫറഹു മിൻഹ. ഫഖദ് റുവിയ അനിൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു എന്ന റിവായത്ത് കാണാം. അന്നഹു മർറ, ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ എന്നവര് അന്നഹു മർറ യൗമൽ ഈദ്, ഒരു പെരുന്നാൾ ദിവസത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഖൗമിൻ, കുറച്ച് ആളുകൾ കൂട്ടം കൂടിയിരിക്കുന്ന സ്ഥലത്ത് കൂടെ. വഹും യദ്ഹഖൂൻ, അവർ ആർത്ത് ചിരിച്ച് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പെരുന്നാളിന്റെ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ ഇങ്ങനെ ആർത്ത് ചിരിച്ച് കളിച്ച് അർമാദിക്കുന്ന സമയത്ത് ഇത് കണ്ടപ്പോ ഹസൻ എന്നവർ ഫഖാല പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ജഅല ശഹ്റ റമളാന മിദ്മാറൻ ലിഖൽഖിഹി യസ്തബിഖൂന ഫീഹി ലിത്വാഅതിഹി ഫസബഖ ഖൗമുൻ ഫഫാസു വതഖല്ലഖ അഖ്വാമുൻ ഫഖാബു ഫൽഅജബു കുല്ലൽ അജബ് ലില്ലാഹിക്കിൽ ലാഇബ് ഫിൽ യൗമിൽ ലദീ ഫാസ ഫീഹി السابقون വഖാബ ഫീഹി المبطلون. കണ്ടില്ലേ? ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു തആല ജഅല ശഹ്റ റമളാന, റമളാൻ മാസത്തെ അല്ലാഹു തആല മിദ്മാറൻ ലിഖൽഖിഹി, സൃഷ്ടികൾക്കുള്ള ശരിക്കുള്ള ഒരു മത്സരക്കളമായിട്ടാണ്, ശരിക്ക് നന്നായി മത്സരിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് റമളാനിനെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. യസ്തബിഖൂന ഫീഹി, ആ മത്സരത്തിൽ ഓരോരുത്തരും ഓടിപ്പിടിക്കുന്നതിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അതിൽ വർധനമുണ്ടാക്കാൻ പറ്റുമോ എന്ന് മുന്നേറിയിട്ട് വിജയിച്ച് പോകാൻ പറ്റുമോ, അങ്ങനെ വിജയിക്കാനുള്ള ഒരു അവസരം എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ നോമ്പിനെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ നോമ്പ് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം
എന്ന് വിചാരിച്ചതിൽ സന്തോഷിക്കുക, അതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സുണ്ടാവുകയും ചെയ്യും. ഈ ഖൗഫ് റജാഇന്റെ ഇടയിലാണ് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്നാണ്. അപ്പൊ ഈ കാര്യം കൂടി യഥാർത്ഥത്തിൽ അയ്യകൂന ഖൽബുഹു മുഅല്ലഖൻ മുൽതറബൻ ബൈനൽ ഖൗഫി വറജാ. ഇങ്ങനെ ഈ 6 നിബന്ധനകൾ, കണ്ണിന് ലോക്കിടുക, കാതിന് ലോക്കിടുക, നാവിന് ലോക്കിടുക, അതേപോലെ മറ്റു അവയവങ്ങളെ നിയന്ത്രിക്കുക, വയറിനെ നിയന്ത്രിക്കുക, അതോടൊപ്പം തന്നെ അവന്റെ ഹൃദയ رب العالمين.